എടുത്തേറ്റിയാണല്ലേ. എടാ, തൊട്ടടുത്ത് ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരെ 30 രൂപ വെച്ച് ഇന്നൊരു ബോൾ വാങ്ങിക്കണ്ട്. അപ്പൊ അച്ഛനോട് പറഞ്ഞ് അതിന് കൂടണ്ടാന്ന്. അതും പറഞ്ഞ എന്നെ യോഗ ക്ലാസ്സിന് ചേർത്തത്. അതാലോചിച്ചിരുന്നു. ഇനി എല്ലാവരും പതിയെ കണ്ണുകൾ തുറന്നുകൊള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ എന്താണ് യോഗ? അടഞ്ഞ് ഇവിടെ അല്ലേ ശ്രദ്ധിക്കുന്നത്? ക്ലാസ് കുത്തിരിക്കും, ക്ലാസ്സിൽ ശ്രദ്ധിക്കണം കേട്ടിനാ. അതിൻ്റെ ഇടയിൽ മതം കളിക്കണ ചിരിക്കുന്നതായിരുന്നു. അപ്പൊ എന്താണ് യോഗ? സംസ്കൃത പദമായ യുജ് ഇൽ നിന്നും ഉത്ഭവിച്ചതാണ് യോഗ. എന്താണ്? സംസ്കൃത പദമായ യുജ് ഇൽ നിന്നും ഉത്ഭവിച്ചതാണ് യോഗ. ഏകീകരിക്കുക, കൂട്ടിച്ചേർക്കുക എന്നൊക്കെയാണ് യോഗ എന്ന പദത്തിന്റെ അർത്ഥം. മനസ്സിലായോ? ഡാടാ, നീ എന്ന് കളിക്കുന്ന നീ യോഗന്റെ ക്ലാസ്സിൽ വന്നല്ലേ? എന്റെ അച്ഛനും ഞാൻ പൈസ അല്ലേ ഇവിടെ പറഞ്ഞാക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്ത് ആസനം കാണിച്ചു കൊടുക്കും? തിരിഞ്ഞിരിഞ്ഞ് ആസനം കാണിച്ചു കൊടുക്കാനാ വിളിക്കുന്ന നടന്നേ കുളിപ്പില്ലാണ്ട് എന്നെ പറയിപ്പിക്കും കേട്ടിനാ. കൊല്ലങ്ങളായിട്ട് നടത്തി വരുന്ന ഈ ആചാര്യം യോഗ. കൈ ഇങ്ങനെ ഒക്കെ നടന്ന് ക്യാമറ പിടിച്ചിരുന്നല്ലോ. നേരെ ഇരിക്കും, നേരെ മുന്നോട്ട് നേരെ നോക്ക്. എൻ്റെ മൊത്തിമല്ല ഇവിടെ നട്ടല് നിർത്തി തഞ്ഞി ചങ്ങായി പറഞ്ഞു മനുഷ്യന് പെരാൻ നിർപ്പിക്കുകയാണ്. എല്ലാവരും നേരെ ഇരുന്നേ. ശരീരവും മനസ്സും തമ്മിൽ ഏകീകൃതമായ ആന്തരികമായ പുരാതനമായ ശാസ്ത്രീയമായ ഒരു ആചരണമാണ് യോഗ. യോഗ ദൈനംദിനമായി ജീവിതത്തിൽ പ്രയോഗിക്കുന്നവർക്ക് ശരീര സൗന്ദര്യം, ശരീരത്തിൻ്റെ മറ്റ് ഫ്ലെക്സിബിലിറ്റി, ഇതൊക്കെ ഇവിടെ ചിരിക്കുന്ന ആ പടലത്തിന് പിടിച്ച് പുറത്താകാൻ കിട്ടി. ആ നിങ്ങൾക്ക് വേണ്ടിയില്ലേ പറയുന്നതായിരുന്നു. ഒരു ബഹുമാനം വേണ്ട നിങ്ങൾക്ക്? വലിയ വല്യം കാണിച്ചിട്ടായിരുന്നു. ആ മതി, വെച്ചോളി. ഇനി ഞാൻ ഒരു ആസനം ഞാൻ കാണിക്കും, കൃത്യമായിട്ട് കളിച്ചോളണം എല്ലാവരും. മനസ്സിലായിക്കാ? മനസ്സ് നേരെയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേരം മനസ്സങ്ങ് പലതിലും പറത്തി വിടുന്ന ഞങ്ങൾ കുമ്പിട്ട് കിടക്കല്ലോ. ഇതെല്ലാം വീട് തന്നെ പറയണം. രക്ഷിതാക്കളാന്നതില്ല പറയും, തിരിഞ്ഞു നോക്കൂല. അക്കില്ല അതിങ്ങനെ കട്ടപ്പെട്ട് കൈകൾ മുന്നോട്ട് നിവർത്തി വെച്ച് താടി താഴത്തേക്ക് വെച്ചോളൂ. ഇപ്പൊ ഇവിടെ പച്ച ഷർട്ട് താഴെ കുത്തിയാനെ, മഞ്ഞ താഴെ കുത്ത്, താടി കുത്തുന്ന എത്ര വലിയ മടിയേക്ക്. ഇനി മെല്ലെ പിൻകാലുകൾ നിവർത്തി ദേ ഈ കായലിലൂടെ ഒഴുകുന്ന തോണി പോലെ ശരീരം വളച്ചു വെച്ചേ. കാലുകൾ പൊങ്ങട്ടെ, കൈകൾ പൊങ്ങട്ടെ, ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുങ്ങി. പറ്റുമിടാ, കൈകൾ പൊങ്ങട്ടെ, കാല് പൊങ്ങട്ടെ പിള്ളേരെ. നിങ്ങളെ പൊക്ക് അടി നമുക്ക് ചന്ദ്രനിലേക്ക് മറ്റേ മിസൈൽ ഇടുമ്പോ അല്ല കാലിങ്ങനെ വെക്കിതാ. അല്ലാന്റെ കാലോ, അല്ലാന്റെ കാലോ. നോക്കട്ടെ, ആശാനം നോക്കിക്കോ, കാല് വെച്ചോ, അങ്ങനെ പോവോ. എന്താ ആലോചിക്കണേ?
എടി മുന്നയുടെ കാര്യത്തിലേ നമുക്കൊരു തീരുമാനം കൂടി എടുക്കണം. എന്തേ? 1 മണിക്കൂർ നമ്മുടെ ആ ട്രിക്കി മാത്സ് ക്ലാസ്സിന് കൊണ്ടുപോയതിന്റെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ആ യോഗ ക്ലാസ്സിനും പോകുന്നുണ്ട്. അത് ഇഷ്ടല്ല. അത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ കളിക്കാൻ പോവാ. എന്താ ചെറുക്കൻ ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അനുസരിക്കില്ല. എന്തപ്പാ ആ ഒരു സമയം കൂടി എവിടെയെങ്കിലും ഒന്ന് ഏതെങ്കിലും തരത്തിലൊരു ഒരു 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 പഠനത്തിന് പറ്റിയത് ഇനിയിപ്പോ എന്ത് ക്ലാസ് ഉള്ളത് ഈ വെക്കേഷൻ ടൈമില്? അല്ല, അതെന്തെങ്കിലും ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ ആ സമയത്ത് എവിടെയെങ്കിലും പോയി ചെന്ന് പെട്ട് വഴി തെറ്റും. ഒരു 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 ലക്ഷ്യബോധം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്ലാസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാസ് അതിനെന്തിനാ വിടാൻ പറ്റുക? ഇനി ബട്ട് ചേർത്ത് വെക്കണം. മക്കളെ ശ്രദ്ധിക്കണം കേട്ടാ. ബട്ട് ഇവിടെ ചേർത്ത് വെക്കണം. ഇനി അതാ കണ്ണടയുടെ തൊട്ട് മീതെ കണ്ണടയോട് ചേർന്ന് തൊട്ട് മീതെ എയിം ചെയ്യുക. ആശാനെ ഉണ്ടയില്ലല്ലോ അല്ലേ അതില്? ഉണ്ട്, ഒരെണ്ണം ബാക്കിയുണ്ട്, അത് ഞാൻ നിനക്ക് തരാം. ആശാനാണെ കുഴപ്പമില്ല, പിള്ളേർക്ക് ഉന്നുണ്ടാവേ. അങ്ങനെ വെച്ച് എയിം ചെയ്ത് കറക്റ്റ് കാണാനുണ്ടാ ഉണ്ടാ അങ്ങ് ഷൂട്ട് ചെയ്യാം. ഒന്നുകൂടെ നോക്ക്. ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അതാണ് ലക്ഷ്യസ്ഥാനം. ആ റെഡ് പോയിന്റ് അതാണ് 1 തൊട്ട് 9 വരെ നോക്കണ്ട. ആ റെഡ് പോയിന്റ് കാണാനുണ്ടാ? ഇതിലൂടെ നോക്കണം. ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാനുണ്ടോ? റെഡ് ഈ റൗണ്ടിനകത്ത് കാണണം. എടാ പറഞ്ഞു കൊടുക്കണ ശ്രദ്ധിക്കേ. കാണുന്നുണ്ടോ? എന്റെ നെഞ്ചത്തോട്ടല്ലടാ ഇവിടെ ചേർത്ത് വെക്കേ. ബട്ട് ചേർത്ത് വെക്കേ. ആ നീ എം ജി ഷൂട്ട്. ആശാൻ കാണിച്ചോ 10-5 വട്ടം. ഇല്ല, വിറവലൊന്നും മാറാൻ നല്ലതാണ്. കാണിച്ചു കൊടുക്കാം. എന്താ കൊതുകുതിരി, ഈ കൊതുകുതിരിയുടെ മുകളിൽ കൊതു വന്നിരുന്നവരെ വെടിവെച്ച് വീഴ്ത്താൻ പഠിപ്പിക്കുക ആശാൻ. എനിക്ക് സഹിക്കാൻ പറ്റില്ല ബന്ധു. തോക്കൊക്കെ ആയിട്ട് ആണ് കുട്ടിയെ വെടി പഠിക്കാൻ പോണ മുപ്പടുത്ത സത്യമാഷ് അതും പഠിക്കണ്ടാവും. ആ പിന്നെ ആ കുട്ടിക്ക് ശ്വാസം വിടാനുള്ള സമയമെങ്കിലും അവൻ കൊടുക്കണ്ടേ? അത് യോഗയിലുണ്ടല്ലോ. യോഗയിലുണ്ട്. അല്ല മറ്റേ വെടിമാഷേ, അല്ല മാഷേ, മാഷിന്റെ ക്ലാസ്സിലല്ലേ കുട്ടി ഇന്ന് അവസാനമായിട്ട് വന്നത്? അതെ, വരേണ്ടതാണ്. പക്ഷെ വന്നിട്ടില്ല. ഇന്നും വന്നില്ല. അല്ല, ആ ചെക്കനെ ആരെങ്കിലും തല്ലിക്കൊന്ന് കളിച്ചിട്ടോ? ഫുള്ള് പിടിച്ചോണ്ടല്ലേ കാറല്ലേ? അയ്യോ